ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുന്ന RTU ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കിപ്സാല ക്യാമ്പസിലെ ബിൽഡിങ്ങിലാണ്. അപ്പം ഞാൻ ഇവിടുത്തെ ഉള്ള കോറിഡോറും ഇവിടുത്തെ മെയിൻ ബിൽഡിങ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ എന്നോടൊപ്പം പോയോ. സോ ഇവിടേക്ക് ഈ സെക്ഷൻ ഫുൾ ക്ലാസ്സസ് ആണ്. അപ്പം ഈ ക്ലാസ് എന്ന് പറയാനായിട്ടും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് IT ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം നമ്മുടെ IT ക്ലബൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ടും ഇവിടെ ഏകദേശം 3 ക്ലാസ്സുകളാണ് വരുന്നത് ഈ ഒരു ഏരിയയിൽ. സോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആർട്ടിന്റെ IT ബ്ലോക്കിലാണ്. മെയിനായിട്ട് ഇവിടെ ITയുടെ ക്ലബ് ആക്ടിവിറ്റി നടക്കുന്ന റൂമുണ്ട്. മെയിനായിട്ട് അതിനകത്തുള്ള ഗെയിം സെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. അത് ആ റൂമിലാണ്. ഇപ്പൊ അവിടെ ആരും ഇല്ല. മെയിനായിട്ടും ഇപ്പൊ അന്നത്തെ കാര്യം മെയ് മാസമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആരും വരുന്നില്ല. ഇനിയിപ്പം പതുക്കെ സെപ്റ്റംബറിന്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും റൂമൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ RTUല് കുറെ കമ്പനീസ് ടൈപ്പ് ഉണ്ട്. ഏറ്റവും മെയിനായിട്ട് പറയുക ആക്സിംഗർ ആണ്. അപ്പൊ ആക്സിംഗറിന്റെ തന്നെ കുറെ പാർട്ണർഷിപ്പ് ആയിട്ടുള്ള പ്രോഗ്രാംസും ഒക്കെ ഈ RTUല് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറൻസിക് സിസ്റ്റം, പിന്നെ ഐഡിയ പോർട്ട്, അങ്ങനെ കുറെ കമ്പനികളുമായിട്ട് ആർട്ട് ടൈപ്പ് ഉണ്ട്. അതിന്റെ വക കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. സോ അതൊക്കെ നമുക്ക് ഈ ഓർത്തസിലും നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡന്റ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഓർത്തസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലാറ്റ്വിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും മോസ്റ്റ് പ്രസ്റ്റീജിയസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഈ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഓൾമോസ്റ്റ് 10 മണ്ടേ ക്യാമ്പസുകളുണ്ട് പല പല ഭാഗങ്ങളിലായിട്ട്. ഒലൈൻ, പോർസീംസ്, പിന്നെ കാലൻസീമ, ലിപ്പായ, നമ്മുടെ കിപ്സാല, അങ്ങനെ അടങ്ങുന്ന ഒട്ടനവധി ക്യാമ്പസുകൾ ഈ RTUവിന്റെ അണ്ടറിൽ, റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുണ്ട്. അപ്പം അതില് ഏറ്റവും മെയിൻ ക്യാമ്പസ് ആയിട്ടുള്ള, അതായത് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന കിപ്സാലയിലെ ക്യാമ്പസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം കിപ്സാല ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 29 ഏക്കറിൽ പരന്നു നടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം പല പല ബ്ലോക്കുകളിലായിട്ടാണ് ഇവിടുത്തെ ബിൽഡിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പല ഡിപ്പാർട്ട്മെന്റുകൾ. ഇപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് IT ഡിപ്പാർട്ട്മെന്റിലാണ്. ഇതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ടെലികമ്മ്യൂണിക്കേഷൻസും കമ്പ്യൂട്ടർ സിസ്റ്റവും എല്ലാം വരുന്നത്. കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ ആ കാണുന്നതെല്ലാം മെക്കാനിക്കൽ സിവിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ മാറി കഴിയുമ്പോൾ ഇവിടെ ലാബ്, ഫിസിക്സ് കെമിസ്ട്രി ലാബിന്റെ സെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ മാറി കഴിഞ്ഞാൽ ലൈബ്രറി. സോ RTU കിപ്സാല ക്യാമ്പസിലെ മെയിനായിട്ടും ഞാൻ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇതിലെ അഡ്മിഷൻ ബ്ലോക്സും ഓരോ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ കാര്യം പറയുമ്പോൾ പറയാതെ ഒരു കാര്യമുണ്ട്. അതായത് ഇവിടുത്തെ ഗാർഡൻ നല്ല രീതിയിലാണ് ഇവിടുത്തെ ഔട്ട്ഡോർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതിപ്പം ഏത് ക്യാമ്പസിൽ പോയാലും നമുക്ക് ഈ ഒരു ഗാർഡനിങ് കാണാൻ പറ്റും. നല്ല രീതിയിലാണ് ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല രസമാണ് ഇവർ ആ ഒരു ഔട്ട്ഡോറും ആ ഒരു വൃത്തിയും ഒക്കെ ഇവർ നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഈ ഗാർഡനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ബ്ലോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ചെടികളെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ചെടികളില്ല, പക്ഷെ വേറെ ഇങ്ങനത്തെ കളറും ഈ നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ മരങ്ങള്, ഈ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, നല്ല പ്രകൃതിദത്തമായ ക്യാമ്പസ് ആണ് നമ്മുടെ RTU. എവിടെ ചെന്നാലും മരങ്ങള്. ഇവിടെ കുറച്ചുകൂടെ മാറി നമ്മുടെ കിപ്സാല ബിൽഡിങ്ങിൽ, അതായത് വേറൊരു കിപ്സാല 6 എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ലാംഗ്വേജ് ക്ലാസ് ഒക്കെ കാണുന്നത്. ആ ഒരു ക്യാമ്പസിന്റെ അടുത്ത് ഇതുപോലെ തന്നെ മരങ്ങൾ നല്ല രീതിയിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. സോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് സൈഡാണ്. നമ്മൾ കയറി വരുമ്പോൾ ഉള്ള മെയിൻ ക്യാമ്പസ് ആണിത്. അഡ്മിഷന്റെ കാര്യങ്ങളും നമ്മുടെ അക്കാഡമിക് അഡ്വൈസറിനെ കാണേണ്ട ഓഫീസും ഒക്കെ ഈ ബിൽഡിങ്ങിലാണ്. ഇവിടെ മെയിനായിട്ട് ക്ലാസ് നടത്തുന്നത് പറഞ്ഞാൽ കൂടുതലും കമ്പ്യൂട്ടർ സിസ്റ്റം, പിന്നെ മെക്കാനിക്കൽ, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസ്, ഇവർക്കാണ് കൂടുതൽ ഇവിടെ ക്ലാസ് നടക്കുക. പിന്നെ ഓണർപ്രണർഷിപ്പ് മാനേജ്മെന്റ് സ്റ്റുഡൻസിനും ഇവിടെ ക്ലാസ് നടക്കാറുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടും വരുന്നത് അഡ്മിഷൻ ഓഫീസ് ബ്ലോക്ക് ഉണ്ട് അടിയിൽ. ഇമിഗ്രേഷൻ, അതായത് നമ്മുടെ RP കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓഫീസൊക്കെ ഇവിടെ ഉണ്ട്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അഡ്മിഷൻ ഇമിഗ്രേഷൻ ഓഫീസിലാണ്. അപ്പം ഈ ഡോറിലാണ്, നമ്മുടെ ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ അക്കാഡമിക് അഡ്വൈസർ നമ്മളെ പോയി മീറ്റ് ചെയ്യേണ്ടത്. പിന്നെ നേരെ ചെന്നാൽ അഡ്മിഷൻ ഓഫീസും ഇമിഗ്രേഷൻ ഓഫീസുമാണ്. അതായത് സ്ട്രെയിറ്റ് ഡോർ നേരെ ചെന്നാൽ നേരെ ഇമിഗ്രേഷൻ സെക്ഷനിലേക്ക് പോവാ. അല്ല, ഇപ്പം ഈ RTUവിൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ടല്ലോ.
ഉണ്ടുണ്ട്. നേരത്തെ നല്ല രീതിയിൽ അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്നാ പറയാ, നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആക്കി. അതുപോലെ തന്നെ ഇപ്പം കമ്പ്യൂട്ടർ സിസ്റ്റം പോലുള്ള വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പം എൻട്രി ക്രൈറ്റീരിയ കുറച്ചും കൂടെ എന്നാ പറയാ, അതും സ്ട്രിക്റ്റ് ആക്കി സത്യം പറഞ്ഞ. അതിന്റെ എക്സാമും ടഫാക്കി. ഇപ്പം എന്റെ ഹോസ്റ്റലിലുള്ളൊരു ഫ്രണ്ടിന്റെ കസിൻ ബ്രദർ ഇപ്പം കമ്പ്യൂട്ടർ സിസ്റ്റം അപ്ലൈ ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് വിട്ടു, സെലക്ട് ചെയ്തില്ല. അപ്പം ഇപ്പം നല്ല രീതിയിൽ അവര് സ്റ്റുഡൻസിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ആർട്ടിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ.